നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ജന്മം കൊണ്ട് സൗന്ദര്യം നേടാത്തത് മനുഷ്യന്റെ തെറ്റല്ല. വ്യക്തിത്വം കൊണ്ട് സുന്ദരനാകാത്തത് മനുഷ്യന്റെ മാത്രം തെറ്റാണ്. ഒരാളിൽ നമ്മുടെ കാഴ്ചപ്പാടുകളെ അടിച്ചേൽപ്പിച്ച് അടക്കി ഭരിക്കുമ്പോഴല്ല, മറിച്ച് അവരും സ്വന്തം കാഴ്ചപ്പാടുള്ള സ്വതന്ത്രനായ ഒരു വ്യക്തിയാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ ഉൾക്കൊള്ളുമ്പോഴാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം അംഗീകരിക്കപ്പെടുന്നത്. ഉയർച്ചയുടെ പടവുകളിൽ നിൽക്കുമ്പോൾ സ്വയം പ്രതിച്ഛായ നഷ്ടപ്പെടുത്തിയ അഖിൽമാരാരുടെ ചെയ്തികളാകട്ടെ ഈ എപ്പിസോഡ്. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയ്ക്കെതിരെ തരം താണ അധിക്ഷേപമുയർത്തി പിന്നീട് അതിലെ മത്സരാർത്ഥിയായി കടന്നു കയറിയ വ്യക്തിയാണല്ലോ അഖിൽമാരാർ. ബിഗ് ബോസിൽ പോകുന്നതിനേക്കാൾ നല്ലത് ലുലു മാളിൽ പോയി തുണി പൊക്കി കാണിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് ആ ഷോയിൽ തന്നെ കടന്നുകൂടിയ ആളാണ് അദ്ദേഹം. അഖിൽമാരാരുടെ ആദ്യത്തെ നിലപാട് മാറ്റമായി നമ്മൾ ശ്രദ്ധിച്ചത് അതായിരുന്നു. അഖിൽമാരാരുടെ നിലപാട് മാറ്റങ്ങൾ പലപ്പോഴും സസൂക്ഷ്മം വീക്ഷിച്ചു കൊണ്ടിരുന്ന ആളായതുകൊണ്ടായിരിക്കണം രമേശ് പിഷാരടി പറഞ്ഞത് അഖിൽമാരാർ പറഞ്ഞതിനെ ഒന്നും മുഖവിലക്കെടുക്കേണ്ടതില്ല. രാവിലെ പറയുന്ന അഭിപ്രായം ഉച്ച കഴിയുമ്പോൾ മാറ്റി പറയുന്ന ആളാണ് അദ്ദേഹമെന്ന്. എന്തായാലും കൊള്ളാം, ബിഗ് ബോസിൽ എത്തിയ അഖിൽമാരാർ അവിടെ നടത്തിയ പ്രകടനം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് വോട്ട് നൽകിയത് കൊണ്ടാണല്ലോ അയാൾക്ക് വിജയിയായി പുറത്തിറങ്ങാൻ സാധിച്ചത്. ഷോയിൽ വിജയിച്ച് കപ്പടിച്ചുവെങ്കിലും ഹൗസിനകത്ത് പലപ്പോഴും പല പക്വതയില്ലാത്ത പരാമർശങ്ങളും പ്രവൃത്തികളും മൂലം വിവാദങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അടിവസ്ത്ര വിഷയത്തിൽ അവിടുത്തെ സ്ത്രീ മത്സരാർത്ഥികൾക്ക് നേരെ നടത്തിയ ആക്ഷേപ ആംഗ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ. മറ്റൊരു മത്സരത്തിനിടയിൽ സാഗർ സൂര്യയോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അരി മോഷ്ടിക്കാൻ നീ ആര്, മധുവോ എന്നായിരുന്നു അത്. മോഷണക്കുറ്റം ആരോപിച്ച് ആൾക്കൂട്ടം ആക്രമിച്ചു കൊലപ്പെടുത്തിയ ആദിവാസി യുവാവായ മധുവിനെ ആക്ഷേപിക്കുന്നതായിരുന്നു അയാളുടെ അധിക്ഷേപ പരാമർശം. നിന്നോട് അരിയാഹാരം മോഷ്ടിക്കാൻ ആരാടാ പറഞ്ഞത്? നീ ആരാ, മധുവോ? ബാക്കിയുള്ള സാധനങ്ങൾ മോഷ്ടിക്കടാ. ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിച്ചാൽ മധുവിന്റെ അവസ്ഥ വരും എന്നാണ് സാഗർ സൂര്യയോട് അഖിൽ പറഞ്ഞത്. അഖിലിന്റെ ഈ വാചകം കേട്ട് മത്സരാർത്ഥികളിൽ ചിലരൊക്കെ ചിരിച്ചുവെങ്കിലും അത് കണ്ട ലക്ഷക്കണക്കിന് പ്രേക്ഷകർക്ക് ഹൃദയം നുറുങ്ങുന്ന വേദനയാണ് അത് സമ്മാനിച്ചത്. അഖിലിന്റെ ഈ പരാമർശത്തിനെതിരെ പോലീസിലും SC/ST കമ്മീഷനിലും ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്മീഷൻ എന്നിവർക്കൊക്കെ പരാതിയും പോയിരുന്നു. അഖിലിന്റെ ഈ പരാമർശത്തിനെതിരെ വലിയ പ്രതിഷേധം സോഷ്യൽ മീഡിയയിലും അരങ്ങേറി. മോഹൻലാൽ ഇതിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് അഖിൽമാരാരെ ശാസിച്ചത്. അപ്പോഴേക്കും നിരൂപാധികം മാപ്പപേക്ഷിച്ച് തടിയൂരുകയാണ് അഖിൽ ചെയ്തത്. എന്തൊക്കെയായാലും അയാൾ നേടിയെടുത്ത ബിഗ് ബോസ് വിജയം അയാളുടെ തലവര തന്നെ മാറ്റിമറിക്കപ്പെട്ടു. അത് പണം കൊണ്ടായാലും പ്രശസ്തി കൊണ്ടായാലും സ്വഭാവത്തിലായാലും ഒക്കെ മറ്റൊരാളായി അങ്ങ് മാറുകയായിരുന്നു. ഇവിടെയാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞ ഒരു കാര്യം ശരിയാണെന്ന് തോന്നുന്നത്. ബിഗ് ബോസ് ജേതാവെന്ന പദവി ലഭിച്ചതോടെ ഈ രാജ്യത്തെ പരമോന്നത ബഹുമതി ലഭിച്ചു എന്ന ഭാവത്തിലാണ് അഖിൽമാരാർ സംസാരിക്കുന്നത്. എന്നാലും ഉപജീവനത്തിനായി തെരുവോരങ്ങളിൽ നാരങ്ങ കച്ചവടം ചെയ്തിരുന്ന ഒരു വ്യക്തി പൊരുതി നേടിയെടുത്ത ഈ വിജയം നാം അംഗീകരിക്കേണ്ടതാണ്, പ്രശംസിക്കേണ്ടതുമാണ്. ബിഗ് ബോസിൽ നിന്നിറങ്ങിയ അഖിൽമാരാർ പിന്നീട് അങ്ങോട്ട് പണം സമ്പാദിച്ചു കൂട്ടാനുള്ള തത്രപ്പാടിലായിരുന്നു. ഉദ്ഘാടനങ്ങളും ഗൾഫ് യാത്രകളും ചാനലിലെ അതിഥിയായും മറ്റും പണം സമ്പാദിച്ചു കൂട്ടി. അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു തന്റെ ഒരു മാസത്തെ ജീവിത ചെലവ് 3 ലക്ഷം രൂപയാണെന്ന്. വാഹനങ്ങൾക്ക് മാത്രം EMI ആയി 1,27,000 രൂപ മാസം അടയ്ക്കണം. EMI ഇല്ലാത്ത കാറുകൾ വേറെയുമുണ്ട്. ഇതൊക്കെ പൊതുമധ്യത്തിൽ വന്ന് പറയുമ്പോൾ അതിനെതിരെ ട്രോളുകളും വിമർശനങ്ങളും ഉണ്ടാകുന്നതും സ്വാഭാവികമാണല്ലോ. ഇതൊക്കെ തള്ളാണെന്നും അല്പന ഐശ്വര്യം വരുമ്പോൾ അർദ്ധരാത്രിക്ക് കുടപിടിക്കുമെന്നുള്ള കമന്റുകൾ വേറെയും. ഇതിനൊക്കെയുള്ള മറുപടിയുമായി അഖിലുമെത്തി. അയാൾ പറയുന്നത് പാവപ്പെട്ടവന് പണക്കാരോടുള്ള പുച്ഛം അവസാനിക്കാൻ അവനും പണക്കാരനായാൽ മതിയെന്ന്. ആരും അറിയാത്തവൻ പ്രശസ്തിയുള്ളവരെ എതിർക്കുന്നത് അവസാനിപ്പിക്കാൻ അവനും പ്രശസ്തനായാൽ മതി. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പണവും പ്രശസ്തിയുമാണ് എല്ലാത്തിന്റെയും മാനദണ്ഡമെന്നാണ് അഖിൽമാരാർ പറയുന്നത്. പണവും പ്രശസ്തിയും ഉണ്ടായാൽ പിന്നെ അവർ പറയുന്ന ഏത് മണ്ടത്തരങ്ങളും അംഗീകരിച്ച് മിണ്ടാതിരിക്കണമെന്നതായിരിക്കും അഖിൽമാരാർ ഉദ്ദേശിക്കുന്നത്. മണ്ടത്തരങ്ങളും തെറ്റുകളും നിലപാടില്ലായ്മയും ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അഖിൽമാരാർ ചോദിക്കുന്നു, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന്. തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ തിരുത്താൻ തയ്യാറാണെന്നും അയാൾ പറയുന്നുണ്ട്. പലരും ട്രോളുകളായിട്ടും കമന്റുകളായിട്ടും പ്രസ്താവനകളിലൂടെയും വീഡിയോകളിലൂടെയും അഖിൽ
പറയുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അതിനെ ഒന്നും അയാൾ ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. എന്ന് മാത്രമല്ല, അയാൾ വീണ്ടും വീണ്ടും ഇതൊക്കെ തന്നെ ആവർത്തിക്കുകയാണ്. അയാൾക്ക് തന്റെ തെറ്റുകൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നതൊരു സത്യമാണ്. അഖിൽ മാരാരുടെ രാഷ്ട്രീയ പ്രവേശനം ഒരു എടുത്തുചാട്ടവും ആരോടോ ഉള്ള ഒരു വാശി പോലെയുമായിരുന്നു. കൊട്ടാരക്കരയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാൻ അയാൾ അതിയായി മോഹിച്ചിട്ടുണ്ടാകാം. അതിനായി അഖിൽ ശ്രമിക്കുകയും ചെയ്തിരുന്നു. മീഡിയയിലൊക്കെ അക്കാര്യം വലിയ വാർത്തയാകുകയും ചെയ്തിരുന്നല്ലോ. എന്നാൽ കോൺഗ്രസിന്റെ നേതൃനിരകളിൽ നിന്നൊന്നും തനിക്ക് അനുകൂലമായ ഒരു സമീപനവും ഇക്കാര്യത്തിൽ ഉണ്ടായില്ല. തന്റെ മോഹം പൂവണിയില്ല എന്ന് മനസ്സിലാക്കിയ അഖിൽ മാരാർ പതുക്കെ പതുക്കെ കളം മാറ്റി ചവിട്ടാൻ തുടങ്ങി. കോൺഗ്രസ് പ്രസ്ഥാനത്തെയും നേതാക്കളെയും അധിക്ഷേപിക്കാനും തുടങ്ങി. ഒപ്പം അതുവരെ അധിക്ഷേപ വർഷം ചൊരിഞ്ഞിരുന്ന സംഘപരിവാറുകാരെ സന്തോഷിപ്പിക്കാനുള്ള വാചകമടിയും തുടങ്ങിവെച്ചു. അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ട്രോളുകൾ വന്നിരുന്നു, എവിടെയോ ചാണകം മണക്കുന്നുണ്ടല്ലോ എന്ന്. അതിൽ ഏറ്റവും നിലവാരമില്ലാത്തതും വില കുറഞ്ഞതുമായ ഒരു കമന്റ് അഖിൽ മാരാരിൽ നിന്ന് വന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞതാണ്. വി.ഡി. സതീശന്റെ മുഖം കണ്ടാൽ ചാണകമെറിയാൻ തോന്നുന്നു എന്നതായിരുന്നു അത്. അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സീറ്റ് ഉറപ്പിക്കാൻ ശ്രമിച്ച് അദ്ദേഹത്തോടൊപ്പം ഒരു വേദി പങ്കിട്ട ശേഷമാണ് ഇത് പറഞ്ഞതെന്ന് ഓർക്കണം. അതുവരെ അഖിൽ മാരാരുടെ അഭിപ്രായങ്ങളോട് പലർക്കും എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും വെറുപ്പില്ലായിരുന്നു. ഇതോടെ ഒരു വിഭാഗത്തിന്റെ വെറുപ്പ് കൂടി ഏറ്റുവാങ്ങേണ്ടി വന്നു. അഖിൽ മാരാർ വേറെ പാർട്ടിയിൽ ചേർന്നതും ഇലക്ഷനിൽ നിന്നതുമൊക്കെ അയാളുടെ ഇഷ്ടം. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്നാൽ മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറിയ അഖിലിന്റെ വാക്കുകൾക്കും വാചകങ്ങൾക്കും ഘടനയിൽ മാറ്റം സംഭവിച്ചു. തന്റെ നിലപാടുകളെയും വാക്കുകളെയും എതിർക്കുന്നവരെ തീവ്രവാദികളായി ചിത്രീകരിക്കാനും സംബോധന ചെയ്യാനും തുടങ്ങി. ഇവിടെ ഒരു ഫ്ലാഷ് ബാക്ക് പറയാതെ പോകാൻ പറ്റില്ല. അഖിൽ മാരാർക്കെതിരെ രാജ്യവിരുദ്ധ പരാമർശം നടത്തിയതിന്റെ പേരിൽ 2025 മെയ് മാസത്തിൽ കൊട്ടാരക്കര പോലീസ് ഒരു കേസ് ചാർജ് ചെയ്തിരുന്നു. BNS 152 വകുപ്പ് പ്രകാരം ജാമ്യമില്ലാ കുറ്റമായിരുന്നു ചുമത്തപ്പെട്ടത്. കൊട്ടാരക്കര BJP മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി അനീഷ് കിഴക്കേക്കരയാണ് പരാതിക്കാരൻ. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് പാകിസ്ഥാനുമായി ഉണ്ടായ സംഘർഷത്തിൽ ഇന്ത്യ വെടിനിർത്തൽ ധാരണയിൽ എത്തിയതിനെ തുടർന്ന് രാജ്യത്തെയും പ്രധാനമന്ത്രിയും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് പ്രസ്താവന നടത്തിയതിനെതിരെയാണ് കേസെടുത്തത്. ഇവിടെ അഖിൽ മാരാരുടെ മണ്ടത്തരങ്ങളെയും പൊള്ളത്തരങ്ങളെയും കള്ളത്തരങ്ങളെയും തുറന്നു കാട്ടി വിമർശിക്കുന്നവരാണോ തീവ്രവാദികൾ, അതോ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസുണ്ടായ ഒരാളാണോ തീവ്രവാദി എന്ന് ഒരു സംശയമുണ്ട്. തീവ്രവാദികൾ എന്ന് പറഞ്ഞ് ഇയാളുടെ തെറ്റുകൾക്ക് മറയാക്കി അധിക്ഷേപിക്കുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിനെയാണെന്ന് ഓർക്കുക. ഇയാളുടെ ഉള്ളിലെ ജാതി മത വിവേചനം തുറന്നു കാട്ടുന്നത് കൂടിയാണ് ഇത് പറയുമ്പോൾ ഇയാൾ പറഞ്ഞ മറ്റൊരു കാര്യം ഓർമ്മ വരികയാണ്. ഇയാൾ ദളിതനായ പാവപ്പെട്ട മധുവിനെ മാത്രമല്ല ആക്ഷേപിച്ചിട്ടുള്ളത്, വിശ്വകർമ്മ സമുദായത്തെയും ആക്ഷേപിച്ചിരുന്നുവല്ലോ. ഇയാൾ പറഞ്ഞത് ആശാരിയെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ 2 കൊട്ട് കൂടുതൽ കൊട്ടുമെന്നാണ്. ഇതിനെതിരെ വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ടവർ ഒന്നടങ്കം രംഗത്ത് വന്നിരുന്നു. അവസാനം നിൽക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ അവിടെയും മാപ്പ് പറഞ്ഞ് തടിയൂരി. സമൂഹത്തിൽ ഭിന്നിപ്പും അരാജകത്വവും അധിക്ഷേപങ്ങളും ഒക്കെ നടത്തി വിവാദങ്ങൾ സൃഷ്ടിച്ച് ലൈവായി നിൽക്കുക എന്നത് മാത്രമാണ് ഇയാളുടെ ലക്ഷ്യം. അതിനുവേണ്ടി സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ആരെയും കടന്നാക്രമിക്കുക, മണ്ടത്തരങ്ങൾ പറയുക, തനിക്ക് അറിവില്ലാത്തതും ബോധ്യമില്ലാത്തതുമായ കാര്യങ്ങളിൽ ആധികാരികമായി അഭിപ്രായം പറയുക. അതിനെതിരെ ആരെങ്കിലും ശബ്ദിച്ചാൽ പിന്നെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞത് ശരിയാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ കിടന്നു മെഴുകുക. ഇതൊക്കെ ഇയാളുടെ ഒരു സ്ഥിരം തൊഴിലായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി അഖിൽ ഗർഭസ്ഥ സ്ത്രീമാനായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇയാൾ പറയുന്നത് സ്ത്രീകൾ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പ്രസവം എന്നത്. പ്രസവം ഒരു കാലത്ത് എളുപ്പമായിരുന്നു, എന്നാൽ അത് സങ്കീർണമാക്കിയത് ഈ ഡോക്ടർമാരെല്ലാം കൂടിയാണ്. ഇതിനെതിരെ വനിതാ ഡോക്ടർ കെ പ്രതിഭ ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകി. അഖിലിന്റെ വസ്തുതാ വിരുദ്ധമായ പരാമർശം സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും ചികിത്സാ രീതികളെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്നും അതിനെതിരെ നടപടികൾ ഉണ്ടാകണമെന്നുമാണ് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അഖിൽ പറയുന്നത് പഴയ കാലത്ത് സ്ത്രീകൾ പ്രസവം ആസ്വദിച്ചാണ് ചെയ്തിരുന്നതെന്നും ഉരലിലിട്ട് അരി ഇടിച്ചിട്ട് പ്രസവിക്കാൻ പോയിട്ടുണ്ടെന്നും പ്രസവിച്ച് കിടക്കുകയൊന്നുമല്ല, പ്രസവിച്ചു കഴിഞ്ഞ് അരി ഇടിക്കുകയും വീട്ടുജോലി ചെയ്യുകയും ഒക്കെ ചെയ്യുമെന്നാണ് അഖിൽ പറയുന്നത്. പണ്ടായാലും ഇപ്പോഴായാലും എല്ല് നുറുങ്ങുന്ന വേദന സഹിച്ചുകൊണ്ടാണ് ഒരമ്മ കുഞ്ഞിന് ജന്മം നൽകുന്നതെന്ന്
അറിയാത്ത ആളാണോ ഇദ്ദേഹം? പണ്ടൊക്കെ പ്രസവ വേദന ആരംഭിക്കുമ്പോൾ പെണ്ണിന് പേറ്റുനോവ് തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് വയറ്റാട്ടിയെ വിളിക്കാൻ ഓടുന്നത് ഞാനൊക്കെ കണ്ടിട്ടുണ്ട്. ഗർഭിണിയായ സ്ത്രീകളുടെ പ്രസവ വേദനയുടെ ഉച്ചത്തിലുള്ള നിലവിളിയും ഞാൻ കേട്ടിട്ടുണ്ട്. അന്നൊക്കെ ഇത്തരം സൗകര്യങ്ങളോ ആശുപത്രികളോ ഒന്നും തന്നെ ഇല്ല. മിക്കവാറും വീടുകളിലൊക്കെ ആയിരിക്കും പ്രസവിക്കുന്നത്. ഒരുപാട് ചാവുള്ളകൾ പിറക്കാറുണ്ടായിരുന്നു. പ്രസവാനന്തരം സ്ത്രീകൾ മരിക്കാറുമുണ്ടായിരുന്നു. അതിനൊരു മാറ്റം ഉണ്ടാക്കിയത് മെഡിക്കൽ സയൻസിന്റെ വളർച്ച കൊണ്ട് മാത്രമാണ്. സർവ്വവിജ്ഞാന കോശമെന്ന് സ്വയം വിശ്വസിക്കുന്ന അഖിലിനോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. താൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്നാണ് അയാൾ ഇപ്പോഴും പറയുന്നത്. അഖിൽ പറയുന്നത് തന്റെ ഭാര്യയ്ക്ക് 5 കുഞ്ഞുങ്ങളെ വേണം. എനിക്കിനിയും പ്രസവിക്കണം എന്ന് പറയുന്ന ഭാര്യയാണ് എന്നോടൊപ്പം ജീവിക്കുന്നത്. ഇതിനടിയിൽ ട്രോളുകളുടെയും കമന്റുകളുടെയും പെരുമഴ തന്നെയായിരുന്നു. നിങ്ങളുടെ ഭാര്യ ആസ്വദിക്കുകയോ പ്രസവിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളട്ടെ. ഇവിടെ ആരെങ്കിലും അതിനെക്കുറിച്ച് ചോദിച്ചോ? അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കുമെതിരെ സൈബർ ആക്രമണം കടുത്തു. ഒരാൾ കമന്റിലൂടെ ചോദിക്കുന്നു, താങ്കളുടെ ഭാര്യ 5 കുട്ടികളെ വേണമെന്ന് പറഞ്ഞത് താങ്കളോടല്ലേ? അതിന് വേണ്ടുന്നത് ചെയ്തു കൊടുത്താൽ പോരെ എന്നാണ്. വെറുതെ പൊതുമധ്യത്തിൽ അവരെ കൂടെ ട്രോളാൻ ഇട്ടുകൊടുക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും എതിരെ വന്ന കമന്റുകൾ കണ്ട് വിഷമം സഹിക്കാൻ വയ്യാതെ അവരെയും കൂട്ടി സോഷ്യൽ മീഡിയയിൽ അഖിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം പൊട്ടിത്തെറിച്ചുകൊണ്ട് ഭീഷണി മുഴക്കി. എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ചെറിയൊരു വിഷമം തോന്നുന്നത് എന്തെങ്കിലും ആരെങ്കിലും പറയുകയോ ട്രോളുകയോ ചെയ്യുന്നത് കണ്ടാൽ ഞാൻ കേസ് കൊടുക്കും, കോടതി കയറ്റും. ഇതായിരുന്നു അഖിലിന്റെ ഭീഷണി. താങ്കളുടെ ഭാര്യയുടെയും കുട്ടികളുടെയും വിഷമവും സങ്കടവും ഒക്കെ ഞങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത അവരെ വിഷമിപ്പിക്കാനും അധിക്ഷേപിക്കാനും പാടില്ല. എന്നാൽ അഖിൽ മാരാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. താങ്കൾ ഇതുപോലെ ആക്ഷേപിച്ച അപമാനിച്ച ഒരു പറ്റം സ്ത്രീകൾ ഇവിടെ ഉണ്ടെന്ന് ഓർക്കുക. ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത സ്ത്രീകളിൽ പലരും കിടക്ക പങ്കിട്ടാണ് അവസരം നേടിയതെന്ന് താങ്കൾ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞത് മറന്നു കാണില്ലല്ലോ. ബിഗ് ബോസിൽ പങ്കെടുത്ത ശൈത്യയുടെ മാതാവ് അഖിലിന്റെ ഭീഷണി കേട്ട ശേഷം പറയുകയുണ്ടായി, അഖിൽ തന്റെ മകളെ അപമാനിച്ച് കണ്ണീര് കുടിപ്പിച്ചതിന് കയ്യും കണക്കുമില്ല. കർമ്മ എന്നൊന്നുണ്ട്, അതാണിപ്പോൾ കാണുന്നതെന്ന്. നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയെ ആക്ഷേപിച്ച് നടത്തിയ പ്രസ്താവനകളെ കുറിച്ചൊന്നും ഞാനിവിടെ ഓർമ്മിപ്പിക്കേണ്ടതില്ലല്ലോ. അങ്ങനെ എണ്ണിപ്പറയാവുന്ന എത്രയോ സംഭവങ്ങൾ. അവരൊക്കെ കേസിന് പോയിരുന്നെങ്കിൽ അഖിലിന് പോലീസ് സ്റ്റേഷനിൽ നിന്നും കോടതിയിൽ നിന്നും ഇറങ്ങുവാൻ സമയമുണ്ടായിരിക്കുമോ? അഖിൽ ഒരു കാര്യം ഇനിയെങ്കിലും മനസ്സിലാക്കുക. തന്റെ ഭാര്യയെ പോലെ തന്നെ അധിക്ഷേപം മറ്റു സ്ത്രീകളിലും സങ്കടമുണ്ടാക്കുന്നതാണെന്ന്. അഖിൽ മാരാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ സ്ഥിതിക്ക് ഒരു കാര്യം ഓർത്താൽ നന്നായിരിക്കും. ഒരു കാലത്ത് ജനങ്ങൾ കൈവെള്ളയിൽ വെച്ചുകൊണ്ട് നടന്ന നേതാവായിരുന്നു PC ജോർജ്. UDF-നെയും LDF-നെയും ഒറ്റയ്ക്ക് നിന്ന് പൊരുതി തോൽപ്പിച്ചയാൾ. ഇന്ന് അദ്ദേഹത്തിന്റെ അവസ്ഥ അഖിൽ മാരാരെ പോലുള്ളവർക്ക് ഒരു പാഠപുസ്തകമാക്കാവുന്നതേ ഉള്ളൂ. PC ജോർജിന്റെ പരിതാപകരമായ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഉത്തരവാദി അദ്ദേഹത്തിന്റെ നാക്ക് മാത്രമാണ്. വീണ്ടും വിചാരമില്ലാതെ എടുത്തെറിയുന്ന വാക്കുകൾ ചെന്ന് പതിക്കുന്നത് നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ ഹൃദയത്തിലാണെന്ന് അഖിൽ ഓർക്കുക. വന്നു ഭവിച്ച തെറ്റുകൾ തിരുത്തി കുറെ കൂടി ജാഗ്രത പുലർത്തി മുന്നോട്ടു പോയാൽ ശോഭനമായ ഒരു ഭാവി ഇനിയും താങ്കളുടെ മുന്നിലുണ്ട്. അഖിൽ മാരാർക്ക് സർവ്വവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.